ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. നമ്മളുടെ ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചറിങ് വളരെ ശക്തിയായിട്ട് ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ലോകത്ത് മറ്റ് രാജ്യങ്ങളെ പോലെ അവരുടെയൊക്കെ അടുത്ത് വന്നിട്ടില്ലെങ്കിൽ തന്നെയും ഒരു എക്സ്പോർട്ടിങ്, അതായത് വെപ്പൺസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. 2029 ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഡിഫൻസ് എക്സ്പോർട്ട് ഏകദേശം 50,000 കോടി രൂപയുടെ ഡിഫൻസ് എക്സ്പോർട്ട് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, ഇപ്പോൾ ഫ്രാൻസും അമേരിക്കയൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പം ഹൈ ടെക്നോളജി സാധനം അല്ലെങ്കിൽ തന്നെയും പല ഡിഫൻസ് പ്രോഡക്ട്സും നമ്മൾ നിന്നും വാങ്ങിക്കുന്നുണ്ട്. ഫ്രാൻസ് വാങ്ങിക്കുന്നുണ്ട്, അമേരിക്ക വാങ്ങിക്കുന്നുണ്ട്, പിന്നെ വിയറ്റ്നാം, ഫിലിപ്പീൻസ് അല്ലെങ്കിൽ ഇന്തോനേഷ്യ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ. അർമേനിയയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ആയുധം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ടർക്കിക്കും അസർബൈജാൻ്റെയൊക്കെ ത്രട്ട് ഭീഷണിക്കെതിരെ അർമീനിയ നമ്മൾ ശക്തമാക്കുന്നത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ ആയുധങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീൽ ഇന്ത്യയുടെ ആകാശ് സൂപ്പർസോണിക് മിസൈൽസ്, അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനും അല്ലെങ്കിൽ തടുക്കുവാനും നമ്മൾ ഉപയോഗിച്ച ആകാശ് സൂപ്പർസോണിക് മിസൈൽ വാങ്ങിക്കുവാൻ ബ്രസീലിന് താല്പര്യമുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി ബ്രിക്സിൻ്റെ സമ്മിറ്റിന് ബ്രസീലിൽ പോകുന്നുണ്ട്. ഒരുപക്ഷെ ബ്രസീലിൻ്റെ പ്രധാനമന്ത്രിയുമായിട്ട് നമ്മൾ ഈ പറഞ്ഞ ആകാശ് സൂപ്പർസോണിക് മിസൈലിന് വേണ്ടി മാത്രമല്ല മറ്റ് ഡിഫൻസ് കരാറുകൾ ഉൾപ്പെടുന്ന ഒരു സംഭാഷണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആകാശ് മിസൈല്, കോസ്റ്റൽ റഡാർസ്, സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻസ് ഇതൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്നും നേടിയെടുക്കാൻ ബ്രസീൽ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള ഒരു താല്പര്യം ബ്രസീലിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ്റെ ഡ്രോണുകളെല്ലാം തന്നെ നമ്മൾ ഷൂട്ട് ഡൗൺ ചെയ്തത് അല്ലെങ്കിൽ വെടിവെച്ചിട്ടത് ആകാശ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു. പ്രൈം മിനിസ്റ്റർ മോഡിയുടെ ബ്രസീൽ വിസിറ്റ്, റിയോ ഡി ജനോറിയയിൽ ബ്രിക്സിൻ്റെ സമ്മേളനം നടക്കുന്നു. അതിൽ പ്രധാനമന്ത്രി പോകുമ്പോൾ ഒരുപക്ഷെ ബ്രസീലിൻ്റെ ഉന്നതാധികാരികളുമായിട്ട് നമ്മളുടെ ഡിഫൻസ് ഈ പരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ബ്രസീലിൻ്റെ ഭാഗത്തു നിന്നും. ബ്രസീൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്, കാരണം ബ്രിക്സിലെ ഒരു മെമ്പർ നേഷനാണ്, ഫൗണ്ടിങ് മെമ്പറാണ്. ബ്രസീലിലും കൂടെ ഉൾപ്പെട്ട 5 രാജ്യങ്ങളാണ് ബ്രിക്സ് രൂപപ്പെടുത്തിയത്, അല്ലെങ്കിൽ ബ്രിക്സിൻ്റെ രൂപീകരണം നൽകിയ രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. അപ്പോൾ ബ്രസീലിനെ പോലുള്ള രാജ്യം നമ്മളിൽ നിന്നും ഈ പറഞ്ഞ വെപ്പൺ സിസ്റ്റംസ് ഒക്കെ വാങ്ങിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു ഇന്ത്യയുടെ വെപ്പൺസ് മാനുഫാക്ചറിങ് സെക്ടറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പോർട്ടിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു എന്താണ് പറയുന്നത്, ഒരു ചുവടുവയ്പ്പാണ് അല്ലെങ്കിൽ ഒരു നാഴികക്കല്ലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബ്രസീലിൻ്റെ ഭാഗത്തു നിന്ന് ഒഫീഷ്യലായിട്ടുള്ളൊരു കൺഫർമേഷൻ, ഈ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളൊരു കൺഫർമേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല, പക്ഷേ ഒഫീഷ്യലായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ ആകാശ് മിസൈല്, സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻസ്, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ് കോസ്റ്റൽ റഡാർസ്, ഇതുപോലുള്ള അത്യാധുനികമായിട്ടുള്ള വെപ്പൺ സിസ്റ്റം ഇന്ത്യയിൽ നിന്നും അക്വയർ ചെയ്യാൻ ബ്രസീൽ സാധ്യതയുണ്ട്. ഇപ്പം നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലാറ്റിൻ അമേരിക്കൻ കൺട്രി ആയിട്ടുള്ള ബ്രസീലിൽ ബ്രിക്സിൻ്റെ സമ്മേളനത്തിന് പങ്കെടുക്കുമ്പോൾ ബ്രസീൽ പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച എന്തായാലും ഉണ്ടാകും. ആ കൂടിക്കാഴ്ചയിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച ഉണ്ടാകാനുള്ള സാധ്യതയും, പിന്നെ അതിനുശേഷം മാത്രമേ നമുക്കറിയത്തുള്ളൂ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. ജൂലൈ 5 മുതൽ 8 വരെയാണ് ബ്രിക്സിൽ സമ്മേളനം നടക്കുന്നത്. ബ്രിക്സിൻ്റെ 17ാമത്തെ സമ്മേളനമാണ്.
അപ്പോൾ അതുപോലെ തന്നെ മറ്റ് ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അർജന്റീന ഉൾപ്പെടെ, അർജന്റീന അവിടെ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും, ബ്രസീൽ കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യമാണ് അർജന്റീന. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കുവാൻ സാധ്യതയുള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണിത്. അപ്പോൾ നമ്മൾ എത്രയും പ്രൊവാക്റ്റീവായിട്ട് അഗ്രസീവായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു. പിന്നെ ഇതിനകത്തിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ചൈനയുടെ വെപ്പൺസിനെ കുറിച്ച് ലോകത്തിന് ഏറെക്കുറെയൊക്കെ അറിയാം. കാരണം ഏറ്റവും കൂടുതൽ ചൈനയുടെ വെപ്പൺസ് മേടിക്കുന്ന രാജ്യങ്ങൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ തന്നെ. അതിനേക്കാളും ടെക്നോളജിക്കലി വളരെ സുപ്പീരിയർ ആയിട്ടുള്ള സാധനമാണ് എന്നുള്ളത് ലോകത്തിന് കൃത്യമായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു, എന്താണ് നമ്മളുടെ ആ ഒരു പ്രകടനം, പെർഫോമൻസ്, ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ പെർഫോമൻസ്, പ്രത്യേകിച്ച് എയർ ഡിഫൻസ് സിസ്റ്റം, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നമുക്ക് എത്രത്തോളം പ്രയോജനകരമായി എന്നുള്ളത് ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുവാൻ നമുക്ക് ഒരവസരം ലഭിച്ചതോടുകൂടി നമ്മളുടെ ആയുധങ്ങളിൽ ലോകത്തിനുള്ള വിശ്വാസ്യത കൂടുതൽ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും നമ്മളുടെ വിദേശകാര്യമന്ത്രി പ്രസ് മീറ്റിങ്ങിൽ ഈ ഒരു കാര്യം പറയുകയും ചെയ്തായിരുന്നു. ഡിഫൻസ് കോപ്പറേഷൻ, അതുപോലെ തന്നെ ഒന്നിച്ചുള്ള റിസർച്ച്, ട്രെയിനിങ്, ഡിഫൻസ് പ്രതിരോധ മേഖലയിലെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ തന്നെ ബ്രസീൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യം പ്രകടിപ്പിക്കുന്നതിന് കാരണം ഇന്ത്യ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോക ജിയോ പൊളിറ്റിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും നമുക്ക് ഈ പറഞ്ഞ മേഖലകളിൽ വളരെ ഹൈ വാല്യൂ പ്രോഡക്ട്സ് നമുക്ക് നിർമ്മിക്കാൻ കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള എബിലിറ്റി ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് മാത്രമാണ് കാര്യം. ബാറ്റിൽ ഫീൽഡിലെ കമ്മ്യൂണിക്കേഷൻ, ഓഫ്ഷോർ പെട്രോൾ വെസൽസ്, അത് നമ്മൾ പറഞ്ഞ കോസ്റ്റൽ, അതുപോലെ തന്നെ സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻസ്, ആകാശ ഡിഫൻസ് സിസ്റ്റം, കോസ്റ്റൽ സർവൈലൻസ് സിസ്റ്റം, ഗരുഡ ആർട്ടിലറി ഗൺസ്, ഇതൊക്കെ തന്നെ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് സാധിക്കത്തില്ലെങ്കിൽ തന്നെയും ഗ്രാജുവലായിട്ട് നമുക്ക് ബ്രസീൽ അല്ലെങ്കിൽ അർജന്റീന ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള കോപ്പറേഷനിൽ കൂടെ നമുക്ക് തീർച്ചയായിട്ടും ഈ ഡിഫൻസ് ഡീൽസുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ രാജ്യങ്ങൾ ഏകദേശം നമ്മളെല്ലാം എടുത്ത് നോക്കുമ്പോൾ, അതായത് ഹൈ വാല്യൂ അല്ലെങ്കിൽ ടോപ്പ് ടെക്നോളജി വെപ്പൺ സിസ്റ്റം മുതൽ ഏറ്റവും അതിന് താഴെയുള്ള ഒരു സ്പെക്ട്രത്തിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 100ഓളം രാജ്യങ്ങളിലേക്ക് നമ്മളുടെ ഡിഫൻസ് എക്സ്പോർട്ടുകൾ പോകുന്നുണ്ട്. ഇപ്പം ഡിഫൻസ് എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പട്ടാളക്കാർക്കുള്ള യൂണിഫോം അതിനകത്തിൽ ഉൾപ്പെടാം, ഇല്ലേ, ബൂട്ട്സ് ഉൾപ്പെടാം, ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മറ്റു രീതിയിലുള്ള പിന്നെ എന്താണ് പറയുന്നത് സപ്ലൈസ് ഒക്കെ ഉൾപ്പെടാം. വെപ്പൺസ് തന്നെയാണ് നിർബന്ധമൊന്നുമില്ല. തോക്ക്, ഗ്രനേഡ്, മിസൈല്, റോക്കറ്റ്, ഈ പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റം, ഇത് തന്നെയാണ് നിർബന്ധമില്ല ഡിഫൻസ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഡിഫൻസ് എക്സ്പോർട്ട് എന്തുവാകാം. അതായത് ഒരു പട്ടാളം, ആർമി, ആംഡ് ഫോഴ്സ് ഉപയോഗിക്കുന്ന ഏത് സാധനവും ഡിഫൻസിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഡിഫൻസ് എക്സ്പോർട്ടാണ്. ഇപ്പോൾ ഒരു രാജ്യത്തിന് നമ്മൾ യൂണിഫോം നിർമ്മിച്ച്, ഇല്ലേ, ഈ യൂണിഫോം മാനുഫാക്ചർ ചെയ്ത് നൽകുന്നുണ്ടെങ്കിൽ അതും ഡിഫൻസ് എക്സ്പോർട്ടിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഒരു രാജ്യത്തിന് അവരുടെ പട്ടാളക്കാർക്ക് വേണ്ടി നമ്മൾ ബൂട്ട്സ് നിർമ്മിച്ച് നൽകുന്നുണ്ടെങ്കിൽ, ബെൽറ്റ് നിർമ്മിച്ച് നൽകുന്നുണ്ടെങ്കിൽ, ഇല്ലേ, ഇതൊക്കെ തന്നെ ഡിഫൻസ് എക്സ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സ്പെക്ട്രത്തിലെ എല്ലാ കൂടെ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ 100ഓളം രാജ്യങ്ങളിലേക്ക് ചെറുതും വലുതാണ്. നമ്മൾ അമേരിക്കയിലേക്കും ഫ്രാൻസിലേക്കും ഒക്കെ തന്നെ ഡിഫൻസ് എക്സ്പോർട്ട് ഉണ്ട്. പക്ഷെ അതൊന്നും വലിയ ഹൈ ടെക്നോളജി സാധനമല്ല എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. ഭാവിയിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ മേഖലകളിലൊക്കെ നമ്മൾ കൂടുതൽ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയിലെ നമ്മുടെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയൊക്കെ തന്നെ വളരെ, എന്താണ് പറയുന്നത്, സുപ്പീരിയർ ആണ് എന്നുള്ള ഒരു വിലയിരുത്തൽ നമുക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ നമുക്ക് പാകിസ്ഥാൻ്റെ 300-400 ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തന്നെ അവരെ നമുക്കെതിരെ വിക്ഷേപിച്ചപ്പോഴും ഒക്കെ തന്നെ നമുക്കതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുവാനും നമ്മളുടെ രാജ്യത്തിന് കൂടുതൽ കേടുപാടുകൾ ഉണ്ടാകാതെ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാനൊക്കെ സാധിച്ചത് ഇന്ത്യയുടെ ആ ഒരു ശക്തി, അല്ലെങ്കിൽ ഇന്ത്യക്ക് ആ പ്രാഗൽഭ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അത് റഷ്യ അല്ലെങ്കിൽ ഇസ്രായേൽ എന്നുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ തദ്ദേശീയമായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി വികസിപ്പിച്ച ഈ പറഞ്ഞ വെപ്പൺ സിസ്റ്റംസ്, എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ തന്നെ ഉപയോഗിച്ചാണ് നമ്മൾ ആ പറഞ്ഞ ശക്തമായിട്ടുള്ള പാകിസ്ഥാൻ്റെ ആക്രമണത്തെ നമ്മൾ ചെറുത്തതും അവരെ ചെറുത്ത് തോൽപ്പിച്ചതും ഒക്കെ തന്നെയാണ്. ഈ ആകാശ് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഡിഫൻസ് DRDO ആണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് ഈ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലുള്ള
ടെററിസ്റ്റ് ക്യാമ്പ്സിനെയൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ക്യാമ്പിനെയൊക്കെ നമ്മൾ നിർവീര്യമാക്കാൻ വേണ്ടി പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മൾ അവരുടെ ടെറർ ക്യാമ്പിലൊക്കെ ആ അറ്റാക്ക് ചെയ്തപ്പോൾ ഈ പറഞ്ഞ ആകാശ് മിസൈൽ വളരെ പ്രിസിഷൻ ഗൈഡഡ് ആയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ആകാശ് മിസൈൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് ആകാശ് മിസൈൽ സിസ്റ്റം ഉപയോഗിച്ചതാണല്ല പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണത്തെ ചെറുക്കുവാനും അതുപോലെ തന്നെ നമ്മൾ സ്വദേശീയമായി വികസിപ്പിച്ചത് ഡെവലപ്പ് ചെയ്തെടുത്ത മിസൈൽസും ഡ്രോണുകളും ഒക്കെ തന്നെയാണ് നമ്മൾ ടെറർ ക്യാമ്പ്സിനെ ഒക്കെ ടാർഗറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഈ മാനുഫാക്ചറിങ്, ഡിഫൻസ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ വെപ്പൺ മാനുഫാക്ചറിങ് ഒക്കെ തന്നെ വളരെ അധികം മുന്നോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്തിൽ വളരെ എന്താണ് എക്സ്റ്റെൻസീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ ഒരുപക്ഷെ ചൈനയെക്കാളിലൊക്കെ ടെക്നോളജിക്കലി സുപ്പീരിയർ ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റംസും ഡിഫൻസ് സിസ്റ്റംസും ഒക്കെ തന്നെ നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് സംശയങ്ങളൊന്നുമില്ല. കാരണം നമ്മുടെ ബ്രഹ്മോസ്, ആകാശ്, പൃഥ്വി, അഗ്നി ഇല്ല, അങ്ങനെ ഒട്ടനവധി സിസ്റ്റംസ്, വെപ്പൺസ് നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു പാതയിൽ വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് ചൈനയും ടർക്കിയാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധദാതാക്കൾ, അല്ലേ? ഈ രണ്ട് രാജ്യങ്ങളാണ്. ചൈനയിലും ടർക്കിയിലും ഒക്കെ ഉണ്ടാക്കിയ ഡ്രോണുകളും മിസൈലും ഒക്കെ തന്നെ ആയിരുന്നു പാകിസ്ഥാൻ ഇന്ത്യൻ സിറ്റിയൊക്കെ ടാർഗറ്റ് ചെയ്ത് വിക്ഷേപിച്ചിരുന്നത്. അതായത് ശ്രീനഗർ, ഗുജറാത്ത്, ഈ പറഞ്ഞൊരു സ്ഥലങ്ങളിലൊക്കെ തന്നെ. പക്ഷേ അതൊക്കെ തന്നെ നമ്മുടെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് നമുക്കതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമ്മൾ അറിഞ്ഞൊരു വാർത്തയാണ്. ഇന്ത്യയുടെ ആകാശ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ AI പവേർഡ് ആകാശ് തീർ സിസ്റ്റത്തിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. ഇന്ത്യയുടെ ഏറ്റവും കൗണ്ടർ US ഗ്രിഡ് IACCS എന്ന് പറയും, ഇന്ത്യാസ് ഇൻ്റഗ്രേറ്റഡ് കൗണ്ടർ UAS ഗ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വളരെ സമഗ്രമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റമാണത്. അപ്പോൾ അത് തീർച്ചയായിട്ടും 100% ആക്യുറസിയിൽ നമുക്ക് ഈ പറഞ്ഞ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തെ പൂർണ്ണമായിട്ട് നമുക്ക് ചെറുത്ത് തോൽപ്പിക്കുവാനോ അല്ലെങ്കിൽ നിർവീര്യമാക്കുവാനോ സാധിച്ചു എന്നുള്ളത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. ആകാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ, അത് ഒരു 25 കിലോമീറ്റർ റേഞ്ചുള്ളതാണത്. എയർക്രാഫ്റ്റിനെയും ഡ്രോണിനെയൊക്കെ തന്നെ സൂപ്പർസോണിക് സ്പീഡിൽ ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പാകിസ്ഥാൻ നൂറുകണക്കിന് ഡ്രോണുകൾ അതുപോലെ തന്നെ ക്രൂയിസ് മിസൈലൊക്കെ വിക്ഷേപിച്ചപ്പോൾ അവയൊക്കെ ലോക്ക് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്യാൻ നമുക്ക് ആകാശ് മിസൈൽ സിസ്റ്റം കൊണ്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഈ IACCSലേക്ക് ഈ ആകാശ് സിസ്റ്റം ഇൻ്റഗ്രേറ്റ് ചെയ്തത് ഇന്ത്യയുടെ ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഏരിയൽ ത്രെഡ്സ് അല്ലെങ്കിൽ എയർബോൺ ത്രെഡ്സ് എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ വ്യോമ എയർ അവരുടെ ഈ ഏരിയൽ ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഡ്രോൺസ്, മിസൈല്, ഫൈറ്റർ എയർക്രാഫ്റ്റ്, ഇതൊക്കെ തന്നെയാണ് ഏരിയൽ ത്രെട്ട് അല്ലെങ്കിൽ എയർബോൺ ത്രെഡ്സ്, അറ്റാക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വളരെ കോംപ്രഹെൻസീവായിട്ട് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ വൈറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയുമ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പലതും. ഇപ്പം ഗുജറാത്തിൽ റിലയൻസിൻ്റെ പെട്രോളിയം അല്ലേ, അല്ലെങ്കിൽ നമ്മളുടെ അതുപോലുള്ള ക്രിട്ടിക്കലായുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ട്, എനർജി ആയിട്ട് ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് ഇൻസ്റ്റലേഷൻസ്, ബേസസ്, ഇതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചേഴ്സാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ പറഞ്ഞ ആകാശ് സിസ്റ്റം കൊണ്ട് സാധിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ബ്രസീല് ഇന്ത്യയും തമ്മിൽ ഇതിനകത്തിൽ ഒരു ഡീല് ഫൈനലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ഇതിനകത്തിൽ കോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരുമിച്ച് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു അവസ്ഥയിലേക്ക് ഉള്ളൊരു താല്പര്യം അവർക്കുണ്ട്. അപ്പോൾ ഇന്ത്യ സ്വയം നിർമ്മിച്ച് ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് നിർമ്മിച്ചെടുക്കുന്നത് പോലെ തന്നെ ബ്രസീലിനും തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രോജക്റ്റുകളിൽ ഏർപ്പെടാനും അവർക്കും തീർച്ചയായിട്ടും ഇപ്പോൾ കോ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ ബ്രഹ്മോസ്, റഷ്യ, ഇന്ത്യ ആയിട്ടാണ്. ഇന്ത്യയും റഷ്യയും തമ്മിൽ വികസിപ്പിക്കുന്നതാണ്, ഒരുമിച്ച് അവർ ജോയിൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുണ്ട്.
പലതരത്തിലുള്ള ജോയിൻ്റ് ആയിട്ടുള്ള കോ പ്രൊഡക്ഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ അവരുടെ പക്കലുള്ള ടെക്നോളജിയും നമ്മുടെ പക്കലുള്ള ടെക്നോളജിയും സമന്വയിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് അതിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫിഷ്യൻസി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ബ്രസീലും നമ്മൾ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. ലാറ്റിൻ അമേരിക്കയിലാണ്, അല്ലേ? ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ്. അത് കഴിഞ്ഞാൽ അർജന്റീനയാണ്. അർജന്റീന അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. അപ്പോൾ ബ്രസീലും ഇന്ത്യയും തമ്മിൽ ഇങ്ങനെ ഒരു കോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് ഡിഫൻസ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങൾക്കും അത് സഹായകരമാകും. ബ്രസീലിൻ്റെ പക്കലുള്ള ടെക്നോളജി ഉപയോഗിച്ചും ഇന്ത്യയുടെ പക്കലുള്ള ടെക്നോളജി ഉപയോഗിച്ചും പുതിയ പുതിയ ഇന്നവേറ്റീവ് ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റംസ് നമുക്ക് നിർമ്മിക്കുവാനും അത് നമുക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കുന്ന ഒരു തരത്തിലേക്ക് ഇന്ത്യ ബ്രസീൽ റിലേഷൻ ബന്ധങ്ങൾ മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രസീൽ സന്ദർശനത്തിന് ശേഷം മാത്രമേ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ എന്തായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിൽ ഏർപ്പെടാൻ പോകുന്ന കരാറുകൾ. അപ്പോൾ ഇന്ത്യ ഈ പറഞ്ഞ ഡിഫൻസ് സിസ്റ്റംസ്, വെപ്പൺ സിസ്റ്റംസ് ബ്രസീലിന് കൊടുക്കാൻ തയ്യാറാകുമോ എന്നുള്ള ഒരു വിവരവും നമുക്ക് ഈ ഒരു ഇരു രാജ്യങ്ങളുടെ നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമേ. ഇപ്പോൾ ബ്രസീലിന് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വിഷയമൊന്നുമില്ല, കാരണം ബ്രസീൽ നമ്മളുടെ ശത്രു രാജ്യമൊന്നുമല്ല. ബ്രസീലും പാകിസ്ഥാനായിട്ടൊന്നും അങ്ങനെ വലിയ അടുപ്പമൊന്നുമില്ല. ഇപ്പോൾ ടർക്കിയെ പോലെ ചൈനയെ പോലെ ബ്രസീലും പാകിസ്ഥാനും തമ്മിൽ പ്രത്യേകിച്ച് അങ്ങനെ അടുപ്പങ്ങളോ അല്ലെങ്കിൽ ഈവൻ അർജന്റീനയും പാകിസ്ഥാനും തമ്മിൽ വലിയ അടുപ്പങ്ങളൊന്നുമില്ല. കാരണം ഇന്ത്യയായിട്ട് നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന രാജ്യങ്ങളാണ് ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ വെനിസ്വേലയിൽ തന്നെയും നമ്മളുമായിട്ട് നല്ല ബന്ധത്തിലുള്ളൊരു, നമ്മൾ അവരിൽ നിന്നൊക്കെ ഓയിൽ നേരത്തെയൊക്കെ മേടിക്കുമായിരുന്നു. അപ്പം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല. അവരാരുമായിട്ടും വലിയ വിഷയങ്ങളൊന്നുമില്ല. പൊതുവെ നമ്മൾ അവരെക്കുറിച്ചൊന്നും പൊതുവെ ഇല്ലേ ജിയോ പൊളിറ്റിക്സിലെ അവരിൽ നിന്നുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളങ്ങനെ പൊതുവെ കേൾക്കാറില്ല, കാണാറില്ല, അറിയാറില്ല കേൾക്കാറില്ല, ഉണ്ടെങ്കിലെല്ലാം അറിയത്തില്ല. അപ്പോൾ ഇന്ത്യ ബ്രസീൽ ബ്രിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആ ബന്ധം ബയലാറ്ററലായിട്ട് ഉഭയകക്ഷിപരമായിട്ട് നമുക്ക് കൂടുതൽ ശക്തമാക്കുവാൻ ഇങ്ങനെയുള്ള കരാറുകളിൽ കൂടി നമുക്ക് സാധിക്കുകയും നമ്മുടെ തദ്ദേശീയമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത വെപ്പൺ സിസ്റ്റംസ് നമുക്ക് ആയുധ കമ്പോളത്തിൽ നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് അതിനകത്ത് നമുക്ക് ലഭിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് ഈ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശന വേളയിൽ അല്ലെങ്കിൽ സന്ദർശനത്തിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വാർത്തകൾ നമുക്ക് അറിയാൻ സാധിക്കും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.